നമസ്കാരം. ബേസിക് ഫിനാൻസ് ഫോർ ഡെയിലി ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള MCQ ക്വസ്റ്റ്യൻസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് EMI ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് MCQs ആണ്. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു ടൈമാണ്. എന്തൊക്കെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് വളരെ പെട്ടെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് EMI സ്റ്റാൻഡ് ഫോർ ഇൻ ബാങ്കിങ് ആൻഡ് ഫിനാൻസ്? ബാങ്കിങ് ആൻഡ് ഫിനാൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ EMI എന്ന് പറയുന്നത് എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഫുൾ ഫോം എന്താണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ഈക്വൽ മണി ഇൻസ്റ്റാൾമെൻറ്റ്. ഇതൊരു ഈക്വൽ മണി ഇൻസ്റ്റാൾമെൻ്റ് ആണെന്ന് പറയുന്നു. ഓപ്ഷൻ ബി പറയുന്നു ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ്. ഓപ്ഷൻ സി പറയുന്നു ഈസി മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ്. ഓപ്ഷൻ ഡി പറയുന്നു ഇക്വേറ്റഡ് മോർട്ട്ഗേജ് ഇൻസ്റ്റാൾമെൻറ്റ്. 4 ഓപ്ഷൻസ് ആണ് നമ്മുടെ മുന്നിലുള്ളത്. നമ്മുടെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. EMI സ്റ്റാൻഡ്സ് ഫോർ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ്. അപ്പം EMI എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്കിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ലോണൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ EMI അടയ്ക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു ഹോം അപ്ലയൻസ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ, ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യുന്നു, മൊബൈൽ ഫോൺ പർച്ചേസ് ചെയ്യുന്നു, ഇവിടെയൊക്കെ നമ്മൾ ഇന്ന് എന്താണ് EMI ഫെസിലിറ്റി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവരും EMI എന്ന് പറയാറുണ്ട്. ഓരോ മാസവും EMI അടയ്ക്കണമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്താണ് EMI എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. EMI സ്റ്റാൻഡ്സ് ഫോർ ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ്. ഓരോ മാസവും ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ട എമൗണ്ടിനെ വിളിച്ച പേരാണ് EMI എന്ന് പറയുന്നത്. അതിനകത്ത് 2 ഫാക്ടറുകൾ അടങ്ങിയിട്ടുണ്ട്. ഒരു പ്രിൻസിപ്പൽ പോർഷനും ഉണ്ട്, ഇൻട്രസ്റ്റ് പോർഷനും ഉണ്ട്. ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് EMI എന്ന് പറഞ്ഞ് ബാങ്ക് നമ്മളോട് ഓരോ മാസവും മേടിക്കുന്ന പൈസ എന്ന് പറയുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2 നമുക്ക് പോവാം. Which of the following factor does not affect the EMI amount? EMI എമൗണ്ടിനെ അഫക്റ്റ് ചെയ്യാത്ത ഫാക്ടർ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? ഓപ്ഷൻ എ, ലോൺ എമൗണ്ട്. ഓപ്ഷൻ ബി, ഇൻട്രസ്റ്റ് റേറ്റ്. ഓപ്ഷൻ സി, റീപേയ്മെൻറ്റ് ടേണർ. ഓപ്ഷൻ ഡി, ബാങ്ക്സ് പ്രോഫിറ്റ് മാർജിൻ. 4 ഓപ്ഷൻസ് ഉള്ളത്. EMI എന്ന് പറയുന്ന എമൗണ്ടിനെ അഫക്റ്റ് ചെയ്യാത്ത ഫാക്ടറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതായിരിക്കും എൻ്റെ ആൻസർ എന്ന് പറയുന്നത്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സോ ഇപ്പോൾ ലോൺ എടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, ലോൺ എടുത്ത് കണ്ടിട്ടുള്ളവരെ, അത് പരിചയമുള്ള ആൾക്കാർക്കൊക്കെ വളരെ സിമ്പിളായിട്ട് അറിയാവുന്നൊരു ആൻസറാണ്. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ബാങ്ക്സ് പ്രോഫിറ്റ് മാർജിൻ. അപ്പം ബാക്കിയുള്ള 3 ഫാക്ടേഴ്സും എന്തിനെ സ്വാധീനിക്കുന്നതാണ്? EMI എമൗണ്ടിനെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സാണ്. ഓപ്ഷൻ എ, ലോൺ എമൗണ്ട്. ലോൺ എമൗണ്ട് കൂടും തോറും EMIയുടെ എമൗണ്ട് നമ്മുടെ കൂടും. ഇൻട്രസ്റ്റ് റേറ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇൻട്രസ്റ്റ് റേറ്റ് വെച്ചുകൊണ്ടാണ് നമ്മൾ മന്ത്ലി EMI കാൽക്കുലേറ്റ് ചെയ്യുന്നത്. റീപേയ്മെൻറ്റ് ടേണർ. റീപേയ്മെൻറ്റിൻ്റെ കാലാവധി കൂടും തോറും EMI കുറഞ്ഞുകൊണ്ടിരിക്കും. റീപേയ്മെൻറ്റിൻ്റെ കാലാവധി കുറയും തോറും നമ്മുടെ EMIയുടെ എമൗണ്ട് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ലോൺ എമൗണ്ടും ഇൻട്രസ്റ്റ് റേറ്റും റീപേയ്മെൻറ്റിൻ്റെ കാലാവധിയും ഈ 3 ഫാക്ടേഴ്സൂടെ ഡിസൈഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ EMI എന്ന എമൗണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇതിനെ അഫക്റ്റ് ചെയ്യാത്ത ഫാക്ടറാണ് ചോദിച്ചിരിക്കുന്നത്. അത് ബാങ്ക്സ് പ്രോഫിറ്റ് മാർജിൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, EMI പേയ്മെൻറ്റ്സ് കൺസിസ്റ്റ് ഓഫ് വാട്ട് 2 കമ്പോണൻസ്? EMI പേയ്മെൻറ്റിനകത്ത് 2 കമ്പോണൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുന്ന എമൗണ്ടിനകത്ത് 2 കമ്പോണൻസ് അടങ്ങിയിട്ടുണ്ട്. ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ആ കമ്പോണൻസ് ആയി ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ, പ്രിൻസിപ്പിൾ ആൻഡ് ഇൻട്രസ്റ്റ്. പ്രിൻസിപ്പിൾ എമൗണ്ടും ഇൻട്രസ്റ്റ് എമൗണ്ടും അടങ്ങുന്നതാണ് EMI എന്ന് പറയുന്നു. ഓപ്ഷൻ ബി പറയുന്നു ഇൻട്രസ്റ്റ് ആൻഡ് ഫീസ്. നമുക്ക് ലോൺ എടുത്തതിൻ്റെ ഇൻട്രസ്റ്റും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫീസൂടെ ചേരുന്നതാണ് EMI എന്ന് പറയുന്നു. ഓപ്ഷൻ സി പറയുന്നു പ്രിൻസിപ്പിൾ ആൻഡ് പെനാൽറ്റീസ്. നമ്മുടെ പ്രിൻസിപ്പിൾ എമൗണ്ടും അതിനോടൊപ്പം നമുക്ക് വന്നിരിക്കുന്ന പെനാൽറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ ആഡ് ചെയ്യുന്നതിനാണ് EMI എന്ന് വിളിക്കുന്നത്. ഓപ്ഷൻ ഡി പറയുന്നു ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. നമ്മൾ കൊടുക്കാനുള്ള ഇൻട്രസ്റ്റും ടാക്സൂടെ ചേരുന്ന എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് EMI എന്ന് പറയുന്നത്. അപ്പം ഈ 2 കമ്പോണൻസ് ആണ് എന്നാണ് പറയുന്നത്. അപ്പം റൈറ്റ് ആൻസർ ഏതാണെന്ന് നമ്മൾ നോക്കുക. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. EMIക്കകത്ത് 2 കമ്പോണൻസ് ഉണ്ട്. ഓപ്ഷൻ എ, പ്രിൻസിപ്പിൾ എമൗണ്ട് ആൻഡ് ഇൻട്രസ്റ്റ് എമൗണ്ട്. നമ്മൾ ഓരോ പ്രാവശ്യവും ബാങ്കിൽ തിരിച്ചടച്ചുകൊണ്ടിരിക്കുന്ന EMI എന്ന് പറയുന്ന എമൗണ്ടിനകത്ത് 2 ഫാക്ടേഴ്സ് അടങ്ങിയിട്ടുണ്ട്. ഒരു പ്രിൻസിപ്പൽ എമൗണ്ടും അടങ്ങിയിട്ടുണ്ട്, ഒരു ഇൻട്രസ്റ്റ് എമൗണ്ടും
അടങ്ങിയിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് നമ്മുടെ EMI എന്ന് പറയുന്ന പോർഷൻ. അതായത് നമ്മൾ തിരിച്ചടയ്ക്കുമ്പോൾ ഇൻട്രസ്റ്റ് തന്നെയല്ല ആദ്യം അടച്ചു തീർക്കുന്നത്, അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ തന്നെയല്ല അടച്ചു തീർക്കുന്നത്. അടച്ചു തീർക്കുന്ന എമൗണ്ടിനകത്ത് കുറച്ച് പോർഷൻ പ്രിൻസിപ്പിളിൻ്റെയും കുറച്ച് പോർഷൻ ഇൻട്രസ്റ്റിൻ്റെ പോർഷനുമാണ്. ദെൻ അത് ഇനിഷ്യൽ സ്റ്റേജിൽ ഉള്ളതുപോലെ അല്ല, അതിൻ്റെ ക്ലോസിംഗ് സ്റ്റേജിലോട്ട് എത്തുമ്പോൾ എന്നുള്ളത് കൂടി ഓർത്തിരിക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് യു ഇൻക്രീസ് ദ ലോൺ ടേണർ, ലോണിൻ്റെ കാലാവധി നിങ്ങൾ ഇൻക്രീസ് ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. ദെൻ ഹൗ ഡസ് ഇറ്റ് അഫക്റ്റ് ദ EMI? അതെങ്ങനെയാണ് EMI അഫക്റ്റ് ചെയ്യുന്നത്? അതായത് നമ്മുടെ ലോണിൻ്റെ കാലാവധി നമ്മൾ നീട്ടിയെടുക്കാൻ പോവുകയാണ്. ദെൻ 3 വർഷത്തെ ഓപ്ഷൻ നമ്മുടെ മുന്നിലുണ്ടായിരുന്നു, 5 വർഷത്തെ ഓപ്ഷൻ നമ്മുടെ മുന്നിലുണ്ട്, 7 വർഷത്തെ ഓപ്ഷൻ നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ ആ EMIയുടെ ഡ്യൂറേഷൻ നീട്ടിയെടുക്കാൻ തീരുമാനിച്ചു. മാക്സിമം ഇയറിലോട്ട് നമ്മൾ നീട്ടിയെടുക്കാൻ തീരുമാനിച്ചാൽ ഓപ്ഷൻ എ EMI ഇൻക്രീസ് ചെയ്യുമെന്ന് പറയുന്നു. ഓപ്ഷൻ ബി പറയുന്നു EMI ഡിക്രീസസ്. ഓപ്ഷൻ സി പറയുന്നു EMI റിമെയിൻ അൺചേഞ്ച്ഡ്, ഒരു വ്യത്യാസവും സംഭവിക്കത്തില്ല. ഓപ്ഷൻ ഡി പറയുന്നു EMI ഡബിൾ. നമ്മുടെ EMI എത്രയാണോ അത് ഡബിൾ ആകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്തായിരിക്കും ശരിക്കും സംഭവിക്കുന്നത്? നമ്മുടെ ലോണിൻ്റെ കാലാവധി നമ്മൾ കൂട്ടാൻ പോകുന്നു. കൂട്ടിയെടുത്താൽ EMIയിൽ എന്ത് സംഭവിക്കും? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, EMI ഡിക്രീസസ്. EMI എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കാലാവധി നമ്മൾ കൂട്ടിയെടുക്കും തോറും മന്ത്ലി അടയ്ക്കേണ്ട ഇൻസ്റ്റാൾമെൻറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. കുറച്ച് കാലാവധിയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ, അതായത് 3 വർഷം നമ്മൾ ലോൺ അടച്ചു തീർക്കാമെന്നുള്ള കരാറിലാണ് ഒപ്പിടുന്നതെങ്കിൽ EMI കൂടുതലായിരിക്കും കമ്പയർ ടു 5 ഇയേഴ്സ്. ദെൻ 5 ഇയേഴ്സുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ദെൻ 7 ഇയേഴ്സ് എടുത്തു കഴിഞ്ഞാൽ 7 ഇയേഴ്സ് ചൂസ് ചെയ്യുന്നതായിരിക്കും EMI എന്ന് പറയുന്നത് കുറവായിട്ട് മാറുന്നത്. അപ്പം ഡ്യൂറേഷൻ കൂടുന്തോറും EMI എമൗണ്ട് കുറഞ്ഞിരിക്കും. ഓപ്ഷൻ ബി EMI ഡിക്രീസസ് ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നു, വാട്ട് ഈസ് ദ പ്രൈമറി അഡ്വാൻറ്റേജസ് ഓഫ് EMI ഫോർ ബോറോവേഴ്സ്? പൈസ ബോറോ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ കടമെടുക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് എങ്ങനെയാണ് അഡ്വാൻറ്റേജസ് ആയി മാറുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പറയുന്നു ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ്. ഒരു ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് നമുക്കുള്ളത്, അതാണ് നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ ബോറോവർക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നു. ഓപ്ഷൻ ബിയിൽ പറയുന്നു ദെൻ ഈസി ബഡ്ജറ്റിംഗ് വിത്ത് പ്രെഡിക്റ്റബിൾ പേയ്മെൻറ്റ്. നമുക്ക് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്, കാരണം ഇവിടെ ഒരു പ്രെഡിക്റ്റബിൾ പേയ്മെൻ്റ് ഉണ്ട്. ഓരോ മാസവും ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെൻ്റ് നമ്മൾ പഠിച്ചത് അല്ലെ, ഓരോ മാസവും ഒരു ഫിക്സഡ് എമൗണ്ട് ആണ് EMI ആയിട്ട് നമ്മൾ അടയ്ക്കേണ്ടത്. 5 വർഷത്തേക്കാണ് നമ്മൾ ലോൺ എടുത്തിരിക്കുന്നതെങ്കിൽ ആ ലോണിൻ്റെ EMI എന്ന് പറയുന്ന 5,000 റുപ്പീസ് ആണെങ്കിൽ 5 വർഷത്തേക്ക് ഞാൻ 5,000 ആണ് അടച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നു. സി പറയുന്നത് എന്താണ്? ഫാസ്റ്റർ ലോൺ റീപേയ്മെൻറ്റ്. ദെൻ ലോൺ പെട്ടെന്ന് നമുക്ക് റീപേ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓപ്ഷൻ ഡി പറയുന്നു റിഡക്ഷൻ ഇൻ ലോൺ ടേണോവർ. ലോണിൻ്റെ കാലാവധി കുറയ്ക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു, അതാണ് അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും ബോറോവർക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജസ് ആയിട്ട് മാറുന്നത്, അല്ലെ പ്രൈമറി അഡ്വാൻറ്റേജസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഏതായിരിക്കും പ്രൈമറി അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്? ദെൻ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബിയിൽ എന്താ പറഞ്ഞത്? ഈസി ബഡ്ജറ്റിംഗ് വിത്ത് പ്രെഡിക്റ്റബിൾ പേയ്മെൻറ്റ്സ്. അപ്പം ഒരു ബോറോവറിനെ സംബന്ധിച്ചിടത്തോളം EMIയുടെ പ്രൈമറി അഡ്വാൻറ്റേജസ് ഈ താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിലെ പ്രൈമറി അഡ്വാൻറ്റേജ് എന്നാണ് ഈസി ബഡ്ജറ്റിങ്. നമുക്ക് ഈസി ആയിട്ട് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാം, കാരണം ഒരു ഫിക്സഡ് എമൗണ്ട് ആണ് എല്ലാ മാസവും ഞാൻ ലോണിന് വേണ്ടി മാറ്റി വെക്കേണ്ടത്. ദെൻ അതുകൊണ്ട് തന്നെ പേയ്മെൻറ്റ് പ്രിഡിക്റ്റബിൾ ആണ്, അതിന് വേരിയേഷൻ ഉണ്ടാകില്ല, ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകില്ല. ദെൻ 2,500 ആണ് നമ്മുടെ EMI എമൗണ്ട് എങ്കിൽ ദെൻ എത്ര നാളാണോ നമ്മുടെ ലോണിൻ്റെ കാലാവധി അത്രയും നാളും 2,500 വെച്ച് കറക്റ്റ് ഡേറ്റിൽ നമ്മൾ മാറ്റി വെക്കണം. ഈസി ബഡ്ജറ്റ് വിത്ത് പ്രെഡിക്റ്റബിൾ പേയ്മെൻറ്റ്സ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ദ നെക്സ്റ്റ് വൺ ഈസ് വിച്ച് ടൈപ്പ് ഓഫ് ലോൺ ഈസ് ടിപ്പിക്കലി ദ റാപ്പിഡ് ത്രൂ EMI? താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകളിൽ EMI അവൈലബിൾ ആയിട്ടുള്ള ലോണുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ EMI ബാധകമായിട്ടുള്ള ലോണുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പേഴ്സണൽ ലോൺ, ഓപ്ഷൻ ബി ഹോം ലോൺ, ഓപ്ഷൻ സി കാർ ലോൺ,
ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോ. ഏത് ടൈപ്പ് ഓഫ് ലോണുകൾക്കാണ് EMI അവൈലബിൾ ആകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോ. നമ്മൾ പേഴ്സണൽ ലോൺ എടുത്താലും ശരി, ഹോം ലോൺ എടുത്താലും ശരി, കാർ ലോൺ എടുത്താലും ശരി, എല്ലാ ലോണുകൾക്കും എന്ത് ബാധകമാണ്? EMI ബാധകമാണ്. സോ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഇഫ് ദ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് ലോൺ ഇൻക്രീസസ്, ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുവാണെങ്കിൽ ഹൗ ഡസ് ഇറ്റ് ഇമ്പാക്ട് ദ EMI? EMIയിൽ അത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. EMI റിമെയിൻ കോൺസ്റ്റൻറ്റ്. EMI കോൺസ്റ്റൻ്റ് ആയിട്ട് തുടരാം. EMI ഡിക്രീസസ്, നമ്മുടെ EMI കുറയാം. EMI ഇൻക്രീസസ്, നമ്മുടെ EMI ഇൻക്രീസ് ചെയ്യാം. ദെൻ EMI ഈസ് വേവ്ഡ് ഓഫ്. EMI നമുക്ക് എന്താണ് വേവ് ചെയ്യാനായിട്ട്, ഒഴിവാക്കാനായിട്ട്, ഇല്ലാതാക്കാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. 4 ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട്. സോ ഏതായിരിക്കാം റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്? ഇഫ് ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് ലോൺ ഇൻക്രീസ്, ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസ് ആകുകയാണ് എങ്കിൽ ഹൗ ഡസ് ഇറ്റ് ഇമ്പാക്ട് ദ EMI? അതെങ്ങനെ EMIയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, EMI ഇൻക്രീസസ്. ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയാൽ സ്വാഭാവികമായിട്ടും ദെൻ ഇൻട്രസ്റ്റ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ EMIയും ഇൻക്രീസ് സംഭവിക്കും. കാരണം പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് ആണ് നമ്മുടെ EMI കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ടിനോടൊപ്പം ഓരോ മാസം അടയ്ക്കുന്ന EMIയിലും നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ ഒരു പോർഷനും ഉണ്ട്, ഇൻട്രസ്റ്റ് എമൗണ്ടിൻ്റെ ഒരു പോർഷനും ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ എന്താണ്, EMI ഇൻക്രീസ് ചെയ്യുമെന്നുള്ളതാണ് റൈറ്റ് ആൻസർ ആയിട്ട് പറയാനായിട്ടുള്ളത്. സോ അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് അഥവാ EMIയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെങ്കിൽ ദെൻ കമൻ്റായിട്ട് അറിയിക്കുക. ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കമൻ്റായിട്ട് അറിയിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.